പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. രാഹുൽ തന്റെ ചതിയുമായി മുന്നിലേക്ക് പോവുകയും അഭിഷേകിനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് മാത്രം അഭിഷേക് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ കള്ളത്തരമെല്ലാം പുറത്താവുകയാണ്. രാഹുൽ മനഃപൂർവ്വമാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന അഭിഷേകും അതുപോലെ തന്നെ ഇഷയും ഈ കാര്യങ്ങൾ ഉടൻ അച്ഛനെ അറിയിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ്. ഇനിയൊരിക്കലും തൻ്റെ മുന്നിൽ കണ്ടുപോകരുത് എന്ന് രാഹുലിനോട് ഇഷ വ്യക്തമാക്കുന്നു. പക്ഷേ തനിക്കൊരു അബദ്ധം പറ്റിയതാണ് എന്നും ഇനി ഇതുപോലൊരു അബദ്ധം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല, അറിയാതെ വന്ന് സംഭവിച്ചു പോയതാണ്, അഭിഷേകിനെ ഉപദ്രവിക്കണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല, ഒന്നുമില്ലെങ്കിലും ഇഷ എൻ്റെ ഫ്രണ്ട് അല്ലേ, ആ ഫ്രണ്ടിനെ ഉപദ്രവിക്കുന്നതിന് ഞാൻ ശ്രമിക്കുമോ? കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി ഇഷ ശ്രമിക്കണം. അഭിഷേകും എൻ്റെ ഭാഗം മനസ്സിലാക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എനിക്കൊരു തെറ്റുപറ്റി, ഞാൻ അതിൽ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ ഈ ചതിയനെ ഇനി വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല ഇഷ. ഇവനെ ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുകയില്ല. ഇവൻ്റെ മനസ്സിൽ വിഷമാണ്. നിന്നെ സ്വന്തമാക്കണം എന്നാണ് ഇവൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എന്തും ചെയ്യുന്നതിന് ഇവൻ തയ്യാറാകും. നമ്മൾ സൂക്ഷിച്ചാൽ മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്യുന്ന അഭിഷേക് ഉടൻ തന്നെ റാം മോഹൻ സാറിനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കാൻ പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന രാഹുലാകെ പകച്ചു പോവുകയാണ്. റാം മോഹൻ സാറിനോട് ഒന്നും ഇപ്പോൾ അറിയിക്കരുത് പ്ലീസ്, എൻ്റെ ഭാഗത്തു വന്ന തെറ്റല്ലേ, ഞാൻ ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞില്ലേ എന്നും ചോദിച്ചുകൊണ്ട് വീണ്ടും രാഹുൽ മുന്നിലേക്ക് അഭിനയം തുടരുകയാണ്. പക്ഷേ നിന്റെ അഭിനയം മതിയടാ എന്ന് വ്യക്തമാക്കുന്ന ഇഷ റാംമോഹനെ ഉടൻ തന്നെ ഫോൺ ചെയ്യുന്നു. അച്ഛാ, കുറച്ചു കാര്യങ്ങൾ ഉടൻ തന്നെ സംസാരിക്കാനുണ്ട് എന്നും ഈ രാഹുൽ ഒരു ചതിയനാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ റാംമോഹൻ കാര്യങ്ങൾ നേരിട്ട് വന്ന് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് അഭിഷേകും അതുപോലെ തന്നെ ഇഷയും റാംമോഹനെ ചെന്ന് കണ്ടിരിക്കുകയാണ്. അന്ന് ടൂറ് പോയപ്പോൾ അപകടപ്പെടുത്തി കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു രാഹുൽ ചെയ്തത്. മാത്രവുമല്ല, അഭിഷേകിനെ കൊന്നതിന് ശേഷം എന്നെ സ്വന്തമാക്കുക, ആ ഒരു ചിന്ത മാത്രമാണ് ഇപ്പോൾ അവൻ്റെ ഉള്ളിലുള്ളത് എന്നും അവനെ വിശ്വസിക്കാൻ പറ്റുകയില്ല എന്നും തുറന്നു പറയുന്ന ഇഷ ഇനി അവനെ ഇവിടെ നിർത്തരുത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അച്ഛൻ്റെ സ്വത്തുക്കളും കൈക്കലാക്കണം എന്ന് തന്നെയാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഇത് കേൾക്കുന്ന റാംമോഹൻ ആകെ ഞെട്ടിപ്പോകുന്നു. പക്ഷേ അവൻ്റെ വീട്ടിൽ പോയപ്പോൾ അവൻ അവൻ്റെ അച്ഛനോട് കാണിക്കുന്ന സ്നേഹവും കരുതലുമെല്ലാം കണ്ടാണ് ഞാൻ അവൻ്റെ ആക്ടിങ്ങിൽ വിശ്വസിച്ചു പോയത് എന്ന് പറയുന്ന റാം മോഹൻ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് അറിയുന്നതിനായി ഞാൻ ഒരിക്കൽ കൂടി അവൻ്റെ അച്ഛനെ ചെന്ന് കണ്ട് സംസാരിക്കട്ടെ എന്നും, അയാൾ എൻ്റെ അത്ര നല്ല സുഹൃത്താണ്, അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും വിശ്വസിക്കാൻ സാധിക്കുകയില്ല, എന്നെ ചതിക്കുന്നതിന് ഒരിക്കലും അവൻ തയ്യാറാവുകയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനായി രാഹുലിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് റാം മോഹൻ താൻ അറിഞ്ഞ കാര്യങ്ങൾ അവൻ്റെ അച്ഛനോട് പറയാൻ തയ്യാറാകുന്നു. ഇത് കേൾക്കുന്ന അയാൾ റാം മോഹനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് രാഹുൽ എന്ന് വ്യക്തമാക്കുകയും നമ്മൾ കരുതുന്നത് പോലെയുള്ള ഒരാളല്ല എൻ്റെ മകൻ രാഹുൽ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എന്നെ ഭീഷണിപ്പെടുത്തിയാണ് അവൻ പല കാര്യങ്ങളും ഇവിടെ ചെയ്യിപ്പിക്കുന്നത്. അവൻ ഡ്രഗ്സിന് അടിമയാണ്. അതുകൊണ്ട് തന്നെ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയുമില്ല. അവനെ നിയന്ത്രിക്കാൻ പറ്റുകയുമില്ല. അവൻ അവനൊരു ദുഷ്ടൻ തന്നെയാണ് റാംമോഹൻ. അവനെ സൂക്ഷിക്കണം. എനിക്ക് എന്തായാലും അവനിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. പക്ഷേ റാംമോഹൻ സൂക്ഷിക്കണം. റാംമോഹൻ ഇഷയുടെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ വെക്കണം. കാരണം അവന് ഇഷയിൽ ഒരു കണ്ണുണ്ട്. അവളെ സ്വന്തമാക്കുന്നതിന് വേണ്ടി
ഏതറ്റം വരെ പോകാനും അവൻ തയ്യാറാകും എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് ഒടുവിൽ റാം മോഹൻ രാഹുലിന് തിരിച്ചടി കൊടുക്കണം എന്ന് തീരുമാനിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് റാം മോഹന്റെ മുന്നിലേക്ക് രാഹുൽ വരുന്നത്. ഒന്നും അറിയാത്തതുപോലെയുള്ള അഭിനയവുമായി മുന്നിലേക്ക് പോകുന്ന രാഹുൽ തന്നെ ഇഷ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. തന്റെ ഭാഗത്തെ സത്യം മനസ്സിലാക്കുന്നതിനായി റാം മോഹനെങ്കിലും ശ്രമിക്കണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് മതിയടാ നിന്റെ കള്ളക്കളി എന്ന് റാം മോഹൻ പറയുന്നു. എല്ലാ സത്യവും ഞാൻ നിന്റെ അച്ഛൻ പറഞ്ഞ് അറിഞ്ഞു. ഇനിയും നിന്നെ വിശ്വസിക്കാൻ എന്നെ കിട്ടില്ല. നീ വെറുമൊരു കള്ളൻ തന്നെ, പഠിച്ച കള്ളൻ. നീ ഇനി എൻ്റെ കൺമുന്നിൽ പോലും വന്നു പോകരുത് എന്നുള്ള കാര്യം റാം മോഹൻ പറഞ്ഞതിനെ തുടർന്ന് അപ്പൊ താനും എല്ലാ സത്യവും അറിഞ്ഞു കഴിഞ്ഞു അല്ലടാ കിളവ. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു സത്യം കൂടി നീ അറിഞ്ഞോ. നിന്റെ മകളെ മാത്രമല്ല, നിന്റെ സ്വത്തുക്കളും ഞാൻ സ്വന്തമാക്കും. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടേക്ക് തിരികെ വന്നിട്ടുള്ളത്. അത് സ്വന്തമാക്കാതെ ഇവിടെ നിന്ന് മടങ്ങിപ്പോവുകയില്ല. ഇഷയെ ഞാൻ ചെറുപ്പം മുതലേ ആഗ്രഹിച്ചതാണ്. അവൾ എൻ്റേതാണ്, എൻ്റേത് മാത്രം. അവളെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ലടാ. അത് ഇനി നീ എന്തൊക്കെ ചെയ്താലും എന്ന് ആക്രോശിച്ചുകൊണ്ട് വീണ്ടും ആക്രമിക്കുന്നതിന് മുന്നിലേക്ക് വരുന്ന രാഹുൽ റാം മോഹന്റെ കോളറിൽ പിടിക്കുകയും കഴുത്തിന് കുത്തിപ്പിടിച്ചതിനു ശേഷം എൻ്റെ ആഗ്രഹത്തിന് എതിരായി വന്നാൽ അത് ഇഷയുടെ അച്ഛനാണ് എന്നൊന്നും ഞാൻ നോക്കുകയില്ല, കൊന്നുകളയും. അതാണ് എൻ്റെ ശീലം. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പൊക്കോ എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തത് റാം മോഹനെ ആകെ ഞെട്ടിച്ചു കളയുന്നു. ഇതോടെ തൻ്റെ മകളുടെ ജീവിതം അപകടത്തിലാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന റാം മോഹൻ ഇതേ തുടർന്ന് രാഹുലിനെ കൊടുക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടയിൽ ഇഷയ്ക്ക് ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുന്ന അഭിഷേക് നിന്നെ രക്ഷിക്കാൻ കൂടെ ഞാനുണ്ടാകും എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.